വിവോയുടെ വിവോ V30 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V30 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ V30 5Gയിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. അപ്പം ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ചിലപ്പം ഇതിൽ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും വന്നേക്കാം. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 2800 നിറ്റ്സ് ആയിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 12 GB റാം വരെയും അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. LPDDR4Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വന്നേക്കാം. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള വൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ രണ്ടാമത് 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. വലിയ യൂസ് ഒന്നും ഇല്ലാത്ത 2 MP സെൻസേഴ്സ് ഈ ഫോണിൽ വന്നോളണം എന്നില്ല. പിന്നെ ഫ്രണ്ടിലും 50 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വന്നേക്കാം. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ വിവോയുടെ S18 എന്നുള്ളൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിവോ V30 എന്നുള്ള സ്മാർട്ട് ഫോൺ ആ ഒരു ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും പല സർട്ടിഫിക്കേഷൻ സൈറ്റുകളിലും ഈ ഫോൺ ഇപ്പം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്മാർട്ട് ഫോൺ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഫോണിൻ്റെ വില മിക്കവാറും 35,000 രൂപയ്ക്ക് മുകളിൽ പോയേക്കാം. 35,000 രൂപയുടെയും 40,000 രൂപയുടെയും ഇടയിലായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല. പിന്നെ ഓഫ്ലൈൻ ഫോണായിട്ടായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഓഫ്ലൈൻ ഫോൺ ആയതുകൊണ്ട് തന്നെ വില അത്യാവശ്യം കൂടാനും ചാൻസ് ഉണ്ട്. വളരെ മികച്ചൊരു പ്രൈസിങ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും വിവോയുടെ വിവോ V30 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.